Hi friends, welcome to Dhiya's world. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. Stay safe and be safe. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ഐക്കോണും പ്രസ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടും സ്വീറ്റ് ആയിട്ടുള്ള ഒരു മാംഗോ ഡെസേർട്ടാണ്. മാംഗോ പുഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ മാംഗോ പുഡിംഗ് നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം മാംഗോ പുഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചു. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പാൽ വെച്ച് കൊടുക്കാം. ഇപ്പം പാൻ ചൂടായി കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട്. ഈ പാലൊന്ന് നല്ലോണം തിളച്ച് വരണം. ഞാനിവിടെ യൂസ് ചെയ്ത പാല് നല്ല ഫുൾ ഫാറ്റ് പാലാണ്. നിങ്ങൾക്ക് ഏത് പാലാണോ അവൈലബിൾ, ലോ ഫാറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇച്ചിരി ടേസ്റ്റിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ ആ പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം പാലൊന്ന് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു 1.5 ടീസ്പൂണോളം കസ്റ്റർഡ് ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്ത ബ്രാൻഡ് ഇതാണ്. ഇതിൻ്റെ ഫ്ലേവർ വെനില ഫ്ലേവർ കസ്റ്റർഡ് പൗഡറാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു ചെറിയ ബോളിനകത്ത് എടുത്തിട്ട് 1.5 ടീസ്പൂണ് കസ്റ്റർഡ് പൗഡർ എടുത്ത് ബോളിനകത്ത് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാനിപ്പം തണുത്ത പാലാണ് ഒഴിക്കുന്നത്. ഇത് ചൂടാക്കി തണുപ്പിച്ച പാലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം കട്ടിയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് ഈ തിളയ്ക്കുന്ന പാലിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും തിളയ്ക്കുന്ന പാലിനകത്ത് കസ്റ്റർഡ് പൗഡർ ഇടാൻ പാടില്ല. അതേപോലെ പാലെടുത്ത് മിക്സ് ചെയ്യാനും പാടില്ല, ഇത് കട്ടിയായി പോവും. അതുകൊണ്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം പാല് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാനിപ്പം കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കസ്റ്റർഡ് പൗഡർ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ചേർത്ത് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. കട്ടിയാവാതെ ഇളക്കി കൊടുക്കണം. ഈ പുഡിംഗ് ചെയ്യാൻ മിനിമം ഒരു 20 മിനിറ്റ് എടുക്കും. അപ്പോൾ അതുവരെ സമാധാനമായിട്ടിരുന്ന് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ അത് കട്ടിയായി പോകും. അപ്പം അതൊന്ന് സൂക്ഷിച്ച് നല്ല മീഡിയം തൊട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം നോക്കുവാണെങ്കിൽ ഇച്ചിരി മിക്സ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പം 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൗഡർഡ് ഷുഗർ ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പം സാധാ ഫൈൻ ഗ്രാനുവൽസ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. 1 കപ്പ് എടുത്തിട്ട് നമുക്കത് പകുതിയായിട്ട് ഇതിനകത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം. പകുതിയായിട്ട് ഞാൻ മിക്സ് ചെയ്ത് ഇളക്കുന്നുണ്ട്. ഇതും കൂടി നല്ലോണം മിക്സായി നല്ല പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് നമ്മളെ ഫേവറേറ്റ് ഇൻഗ്രീഡിയൻറ്റ് മാങ്ങ മിക്സ് ചെയ്ത പ്യൂരി നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മാങ്ങ പ്യൂരി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 മാങ്ങപ്പഴം എടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി അതിന് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ സൂക്ഷിക്കണം, വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ ഞാൻ അരച്ചെടുത്ത പ്യൂരിയാണിത്. അപ്പം ഞാനിതിപ്പോൾ അരച്ചെടുത്തപ്പോഴത്തേക്ക് 1 കപ്പേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. 1 മാങ്ങപ്പഴം എടുത്ത് ഞാൻ അരച്ചെടുത്തപ്പോഴത്തേക്ക് 1 കപ്പേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ആ പ്യൂരിയും കൂടി ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നല്ലോണം ചേർത്ത് ഇളക്കി കൊടുക്കണം. മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ ഈ ടേസ്റ്റ് കിട്ടത്തുള്ളൂ, കട്ടിയായി പോകത്തില്ല. അപ്പോൾ നമുക്ക് ഈ മാങ്ങപ്പഴവും നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞേ അപ്പോൾ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ കോൺഫ്ലവർ ചേർക്കാം. ഇതിപ്പം ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ചെറിയ ബോളിനകത്ത് എടുത്തിട്ട് നല്ലോണം വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലോണം ഇളക്കണം. ഇത് ഇളക്കി നല്ലോണം ഇളക്കണം. നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ ഇത് ഇളക്കണം. നമ്മളിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല ചേർക്കാൻ. ഇത് നല്ലോണം ഇളക്കി കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേക്ക് നമുക്കതൊന്നിനി മാറ്റി വയ്ക്കാം.
സൂക്ഷിക്കണം. ഇതൊരു കൺസിസ്റ്റൻസി എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി മതി. അപ്പോൾ ആ കൺസിസ്റ്റൻസി വരുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമ്മളിത് കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റി നമ്മൾ ബോളിലോട്ട്, സെർവിങ് ബോളിലോട്ട് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന 3 ചെറിയ ബോൾസാണ്. അതിനകത്ത് ഞാൻ ഈ മിക്സ്ചർ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് നമുക്ക് സെറ്റിങ്ങിന് വേണ്ടി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിപ്പം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് നമ്മൾ 3 ബോളിനകത്ത്, സെർവിങ് ബോളിനകത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 ബോൾ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് സെറ്റ് ചെയ്യണം. ഫ്രിഡ്ജിനകത്ത് മിനിമം ഒരു 5 to 6 hours വെക്കണം. നിങ്ങൾ രാത്രി ചെയ്തിട്ട് രാവിലെ കഴിക്കുവാണെങ്കിലും നല്ലതാണ്. അപ്പം ഓവർനൈറ്റ് വെക്കുവാണെങ്കിലും നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതിന് ഫ്രിഡ്ജിനകത്ത് വെച്ച് 6 മണിക്കൂർ കഴിഞ്ഞ് ഇത് എങ്ങനെയാണ് സെറ്റായിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കത് എടുത്ത് നോക്കാം. അപ്പം ഇത് നോക്കുവാണെങ്കിൽ നല്ലോണം സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഫ്ലേവേഴ്സിന് ടോപ്പിങ്സ് ആഡ് ചെയ്യാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ മാങ്ങപ്പഴം കഷ്ണം എടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണം ഇച്ചിരി ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കാഷ്യൂ നട്ട്സും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയോ ബാദമോ ഏത് നട്ട്സ് അവൈലബിളോ അതും കൂടി ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് നമുക്ക് ടോപ്പിംഗ് ചെയ്തതിന് ശേഷം നമുക്കിത് കഴിച്ച് നോക്കാം. അപ്പം കഴിച്ച് നോക്കിയപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് എൻ്റെ ചാനലിൽ സപ്പോർട്ടും ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിലോട്ട് നിങ്ങളെ കാണുന്നവരെ until then it's bye from Dhiya's world.